പ്രഭുപാദ് ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ്. ഗർഗമുനി പ്രഭുപാദിൻ്റെ നിർദ്ദേശപ്രകാരം ഗർഗമുനി പ്രഭു ബംഗ്ലാദേശിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മാനന്ദ പ്രഭു പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അപ്പം രണ്ടുപേരും അങ്ങനെ അവിടെ പോയി. ആ സമയത്ത് 1971 ഏപ്രിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നത്, ബംഗ്ലാദേശ് വിഭജന യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിന് 3 മാസം മുമ്പാണ് ഇവർ പോയത്. അപ്പോൾ അവർക്ക് ആ സമയത്തെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ, ഈ റവല്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗർഗമുനി പ്രഭു അവിടെ, ഗർഗമുനി മഹാരാജ് ആ സമയത്ത് മഹാരാജാണ്, മറ്റേത് ബ്രഹ്മാനന്ദ മഹാരാജ്. അപ്പം ഗർഗമുനി മഹാരാജും അദ്ദേഹത്തിൻ്റെ കൂടെ പോൾ ഡോസിക് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും കൂടെ അവരിങ്ങനെ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രഭുപാദിൻ്റെ ഇവർ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി അവിടെ നോക്കും. അവിടെ ആൾക്കാരുണ്ട്, പ്രൊഫസേഴ്സും അവരൊക്കെ റെസ്പെക്ട്ഫുള്ളിയാണ് അവരെ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ അവർ ഹൂ ഈസ് ദ ക്രേസി എന്ന് പറഞ്ഞ ശീല പ്രഭുപാദിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട്. അതൊക്കെ അവർ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അവർ പതുക്കെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1971 ഏപ്രിലായപ്പോഴത്തേനും യുദ്ധമായപ്പോഴത്തേനും അവിടെ യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധം മാത്രമല്ല, വർഗീയമായ യുദ്ധവും അവിടെ നടന്നു തുടങ്ങി. അവിടെ ഒരുപാട് ഹിന്ദു ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സും എൻജിനീയേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ ആയിട്ട്. അപ്പം ചില ആളുകൾ അത്രയും വർഗീയമായ ആൾക്കാർ ഇവരുടെയൊക്കെ ഡോറിൻ്റെ അടുത്ത് പോയി ഇൻഡു മാർക്ക് അങ്ങനെ ഈ കലാപം പൊട്ടി തുടങ്ങിയപ്പോൾ ഈ രാത്രി ആകുമ്പോഴത്തേന് കില്ലിംഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ ഈ ഇൻഡു മാർക്കിട്ട വീടുകളിൽ കയറി ആൾക്കാരെ കൊല്ലുമായിരുന്നു. അങ്ങനെ അവരെന്നിട്ടും ഭയന്നില്ല, അവർ പ്രചരണം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ യുദ്ധമായി തുടങ്ങി. പിന്നെ ആ ക്ഷേത്രവും അവിടെ ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് വലിയൊരു ഗൗഡിയ മഠം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇവർ നിന്നത്. അപ്പോൾ ആ ക്ഷേത്രവും ആക്രമിക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോഴത്തേനും അവർ പോകാമെന്ന് വെച്ചു, തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പക്ഷെ നൈറ്റ് പോകുമ്പോഴും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ പകൽ സമയത്ത് അവരെങ്ങനെയോ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് അവർ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഗർഗമുനി പ്രഭു പറയുന്നത് പെട്ടെന്നൊരു മെഷീൻ ഗണ്ണുള്ള ഒരു ജീപ്പ് വന്ന് നിൽക്കുകയും അവരുടെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ അയാളിങ്ങനെ നോക്കിയിട്ട് പിന്നെ അവരെ വിടുകയാണ് ചെയ്തു. അപ്പോൾ അവിടെ ആ സമയത്ത് ഈ പാകിസ്ഥാനി പട്ടാളക്കാരാണ്, പാകിസ്ഥാന്റെ അണ്ടറിലാണ് ബംഗ്ലാദേശ് ഇരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ സുഹൃത്ത് നേഷനാണ്. അപ്പം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. അവരുടെ ബോംബ്, അവരുടെ ജീപ്പ്, അവരുടെ മിലിറ്ററി ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ എയർപോർട്ടിൽ വന്നപ്പം എയർപോർട്ടിൽ എങ്ങനെയോ അകത്ത് കയറിയപ്പോഴത്തെ അവർക്കൊരു കിട്ടി, ഒരു ടോക്കൺ 15,000 കണ്ടാണ് അവരുടെ ടോക്കൺ. അതായത് ഒരു ദിവസം ഒരു ഫ്ലൈറ്റേ പോകുന്നുള്ളൂ പാകിസ്ഥാനിലേക്ക്, 200 പേരെ കൊള്ളുന്ന ഒരു ഫ്ലൈറ്റേ പോകുന്നുള്ളൂ. അതിനകത്ത് അവരുടെ ടോക്കൺ 15,000 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അവർ ആ എയർപോർട്ടിൽ ഒരു 2 മാസമെങ്കിലും അവിടെ തമ്പടിച്ച് നിന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഗർഗമുനി പ്രഭു എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് അമേരിക്കൻ മെയ്ഡ് ഒരു ജീപ്പ് ഇരിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു പാകിസ്ഥാനി കേണലും ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ പട്ടാളക്കാരെല്ലാം അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടി എന്താ വരുവാണെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്കൻ ബോംബ് വെച്ചിട്ടാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറുകളും ഇതെല്ലാം അമേരിക്കയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു അമേരിക്കനാണ്, എന്നെ പുറത്തു പോകാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാസ്പോർട്ടൊക്കെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം എഗ്രി ചെയ്തു. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കുകളും ബാക്കിയെല്ലാം അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. എന്നിട്ടാണ് അവരെ കയറ്റിവിട്ടത്. അങ്ങനെ അമേരിക്കയിൽ ചെന്നിറങ്ങിയപ്പോഴത്തേനും അവിടെ ബ്രഹ്മാനന്ദ പ്രഭു അവിടെ ഉണ്ട്. അവര് പിന്നെ അവിടെ കുറച്ച് ഇനി ബംഗ്ലാദേശ് ഉപേക്ഷിച്ച് പാകിസ്ഥാനിൽ പ്രീച്ച് ചെയ്യാന്ന് വിചാരിച്ച് അവരങ്ങനെ ചെയ്തു തുടങ്ങി. പക്ഷെ ആൾക്കാർ അവിടെ ബംഗ്ലാദേശിൽ ഇവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പാകിസ്ഥാനിൽ ചെന്നപ്പോഴത്തേന് അത് ഇന്ത്യയുടെ
സീക്രട്ട് ഏജന്റ് ആണെന്ന് വിചാരിച്ച് അവരെ, കാരണം ഇന്ത്യൻ സന്യാസ വേഷമൊക്കെ ആണല്ലോ അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് വിചാരിച്ച് അവരെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. കല്ലുകൾ എടുത്തെറിയാൻ തുടങ്ങി അവർക്ക് ഈ വേഷം ഇട്ടിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരല്ല, നിങ്ങളുടെ സൗഹൃദ അമേരിക്കനാണ്. അല്ല, പക്ഷെ നിങ്ങൾ ഇന്ത്യൻ വേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കല്ലുകളൊക്കെ എടുത്തെറിയാനായിട്ട് തുടങ്ങി. അവസാനം അവർ വിചാരിച്ചു അവിടുന്ന് പോകാം എന്നുള്ള ഒരു കാര്യം. എന്നിട്ട് അവരെങ്ങനെയോ അവിടുന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നപ്പം ബംഗാളിലാണ് വന്നത്. ബംഗാളിൽ വന്നപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇവർ അമേരിക്കക്കാരായതുകൊണ്ട് ആ ബംഗാളി കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഇവർ CIA ആണ്, അമേരിക്കയുടെ ചാരസംഘടനയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഈ ഗർഗമുനി പ്രഭുവിന്റെ പേര് തന്നെ ബംഗാളിലൊരു പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്നു. ഇദ്ദേഹം ഇങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയാണ്, ഓരോരുത്തരുടെ അവരുടെ മനോഭാവം വെച്ച് ഓരോന്നായിട്ട് കരുതുന്നു. ബംഗ്ലാദേശിൽ വെച്ച് അവർ ഹിന്ദുക്കളാണ് പ്രചരണത്തിൽ വന്നതെന്ന് ചിന്തിച്ചു. പാകിസ്ഥാനിൽ വെച്ച് ഇന്ത്യയുടെ റോ ആണെന്ന് വിചാരിച്ചു. ബംഗാളിൽ CPM വന്നപ്പോഴത്തേന് അവിടെ വന്നപ്പോഴത്തേത് അമേരിക്കയുടെ ചാരസംഘടനയിലെ ആൾക്കാരാണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ആരെന്ത് വിചാരിക്കുന്നു എന്നല്ല, ഗുരു നമ്മളെ ഇങ്ങോട്ട് അയച്ചേക്കുന്നു, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണെന്ന് ഗർഗമുനി പ്രഭു അവിടെ അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയും.